സാമ്പത്തികമായി പ്രശ്നമുള്ളവരോടൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കി. അവര് പല ഭാഗങ്ങളിൽ നിന്ന് കടമെടുത്ത്, ലോൺ എടുത്ത്, അല്ലെങ്കിൽ കച്ചവടം നടത്തി, അവിടുന്ന് ഇവിടുന്നൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ കച്ചവടം നടത്തി അത് തിരിച്ചു കൊടുക്കേണ്ട സമയമെത്തുമ്പോ അവർക്കുണ്ടാകുന്ന ടെൻഷൻ സമ്പത്തുള്ളവരാണ്. മഞ്ജു വാര്യർ കഴിഞ്ഞ ദിവസം പറഞ്ഞു 147 കോടി അവർക്കുണ്ട് സ്വത്ത്, 147 കോടി. എന്നിട്ട് മഞ്ജു വാര്യർ പറഞ്ഞു, ഈ 147 കോടിയെക്കാളും ഏറ്റവും എനിക്കിഷ്ടം മനസമാധാനാണെന്ന്. മനസമാധാനം ഇല്ല. ഒന്ന് ആലോചിച്ചേക്ക്, 147 കോടി പോയിട്ട് ഒരു 1/2 കോടിയെങ്കിലും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നല്ല സമാധാനമായേനെ. നമുക്കതല്ലേ വലിയ സമാധാനം. ഈ തിരുവനന്തപുരത്തല്ലേ പണ്ട് കഴിഞ്ഞ വർഷം ഒരുത്തൻ ബമ്പർ അടിച്ചത്, ഒരു ഓട്ടോറിക്ഷക്കാരന് ഇത്ര 10 കോടിയാ, 20 കോടി അടിച്ചില്ലേ? അവന് സ്വസ്ഥത കിട്ടി. അവരെല്ലാരും കൂടെ ചേർന്ന് അള്ളിപ്പിഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ പറ്റില്ല, വണ്ടി ഓടിക്കാൻ പറ്റില്ല, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊന്നും. എന്റെ റബ്ബേ, അവൻ പറയാ അടിക്കാതിരുന്നാ മതിയായിരുന്നു. ഇത് ഇപ്പോഴാണ് ഇതിന്റെ ടെൻഷൻ ഞാൻ മനസ്സിലാക്കുന്നത്. ഇതല്ലേ നമ്മളിപ്പോ കുറച്ച് പൈസ നമുക്ക് സ്വസ്ഥമായിട്ട് ഒരു 10 ലക്ഷം രൂപ ബാഗിലിട്ട് സ്വസ്ഥമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? നിന്റെ വെപ്രാളം കാണുമ്പോൾ മറ്റോമാർക്കറിയാം ഇവന്റെ കയ്യിൽ ആ സാധനം എന്തോ ഉണ്ടെന്ന്. ടെൻഷനാ. കുറച്ചവനെ ഇത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നവരെ ആകെ ടെൻഷനാണ്. ഇത് വെറുതെ അല്ലല്ലോ അലി റളിയല്ലാഹു പറയുന്നത്, നബിതങ്ങളും വെറുതെ അല്ലല്ലോ ഈ പറയുന്നത്. ശരിയല്ലേ? നമ്മളൊക്കെ ഇത്തിരി പണം പൈസ ഒന്ന് കൊണ്ടുപോകുമ്പോ എന്തായിരിക്കും നമ്മുടെ ടെൻഷൻ? അതുകൊണ്ടാണ് അലി റളിയല്ലാഹു പറഞ്ഞത്, വമൻ ഇസ്തഗ്ന ഫീഹാ ഫുത്തിന. ആരാണോ ഇതിൽ അള്ളിപ്പിടിച്ച് തൂങ്ങിക്കിടക്കുന്നത് അവൻ ഫിത്നയിൽ അകപ്പെടും. വമൻ ഇഫ്തഖറ ഫീഹാ ഹസന. ഇനി ഒന്നുമില്ലാതെ ദാരിദ്ര്യത്തിൽ പെട്ടുപോയവനാണോ അവൻ ദുഃഖിക്കേണ്ടി വരും. ഒന്നുമില്ലാതാകരുത് ഈ ദുനിയാവിൽ, ഭൗതികമായ ദുനിയാവിൽ പട്ടിണിയും ദാരിദ്ര്യവും വന്നു പോകരുത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കാദൽ ഫഖറു യകൂനു കുഫറാ. ദാരിദ്ര്യം നമ്മളെ കുഫറിലേക്ക് കൊണ്ടെത്തിക്കും. പണമില്ലാത്തതിന്റെ പേരിൽ മിഷനറി പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ സമുദായത്തിലെ എത്രയോ ലക്ഷം വീടുകളിൽ നിന്നും, അല്ലെങ്കിൽ അവശരായ ആലംബഹീനരായ വെറും കോളനികളിലൊക്കെ താമസിക്കുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങളെ അവരുടെ മതങ്ങളിലേക്ക്, മറ്റു മതങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവര് നോക്കുമ്പോ നമ്മളെ നോക്കാൻ ആരുമില്ല. മുസ്ലിം സമുദായം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സക്കാത്തും സദഖായും കിട്ടുന്നില്ല. നമുക്കൊരു വീട് വെക്കാനോ മക്കളെ പഠിപ്പിക്കാനോ ആരും ഒരു തയ്യാറാകുന്നില്ല. ക്രിസ്ത്യാനികൾ വന്ന് ഞങ്ങളെ സ്വീകരിച്ചു, ഞങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഹിന്ദുക്കൾ വന്ന് സ്വീകരിച്ചു, ഞങ്ങളുടെ മുഴുവൻ ഏറ്റെടുക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോയി. സമ്പത്തിന് വേണ്ടി ഈമാനിനെ തകർത്ത് കളയും. സമ്പത്തില്ലാതെ വരുമ്പോ സ്വാഭാവികമായിട്ട് അവര് പോകുന്നത് കുഫറിലേക്കാണ്. അതുകൊണ്ട് നബി ഒരു ദുആ ചെയ്തിരുന്നു. അല്ലാഹു റസൂൽ എപ്പോഴും ചെയ്യുന്ന ഒരു ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫഖ്റിൻ യുദ്നീനി ഇലൽ കുഫർ. നഊദു ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദുആയ, അല്ലാഹ് ഈ ദാരിദ്ര്യത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു, കുഫറിലേക്ക് കൊണ്ടെത്തിക്കുന്ന ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പണമില്ലാതെ വരുമ്പോ മറ്റു മതക്കാര് നമ്മളെ ആവാഹിച്ച് അവരുടെ മതത്തിലേക്ക്, ആദർശത്തിലേക്ക് കൊണ്ടുവരാൻ എന്ത് പണവും പ്രതാപവും തന്നിട്ട് അവർ തയ്യാറാകും. അങ്ങനെ എത്ര ആലിമീങ്ങൾ പോയവരുണ്ട്, എത്ര മുസ്ലിമീങ്ങൾ പോയവരുണ്ട്, എത്ര മുസ്ലിം പെൺകുട്ടികൾ പോയവരുണ്ട്. മറ്റുള്ള മതത്തിന്റെ അഡിക്റ്റായി അവരോട് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് ഗതിയില്ല, വീടില്ല, വഴിയില്ല, ഇവര് ഞങ്ങളെ സഹായിച്ചു, ഇവർ വീട് തന്നു, മക്കളെ പഠിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തെന്നു, ഞങ്ങൾ മതം മാറി. അവർക്കെന്ത് ആഖിറം? അവർക്കെന്ത് ആഖിറം? അതാണ് ദുനിയാവിന് വേണ്ടി ആഖിറത്തെ അല്ലെങ്കിൽ ഇസ്ലാമിനെ അവർ കച്ചവടം ചെയ്യും. അലി ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, മൻ ഗലബത് അലൈഹി ശിദ്ദത്തു ശഹവതി ലിഹുബ്ബി ദുനിയ. من غلبت عليه شدة الشهوة لحب الدنيا لزمته الخضوع لزمته العبودية لأهلها. ഷാഫി റളിയല്ലാഹുവിന്റെ വളരെ വ്യക്തമായ ഒരു വാക്ക് ഇന്ന് നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാഴ്ചയാണ്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമുന ഷാഫി റളിയല്ലാഹു പറയാ, മൻ ഗലബത് അലൈഹി ശിദ്ദത്തുൽ ഹുബ്ബി ശിദ്ദത്തു ശഹവതി ലിഹുബ്ബി ദുനിയ. ദുനിയാവിനോടുള്ള അമിതമായ പ്രേമം, ഒരു അധികാരത്തിന് വേണ്ടി, ഒരു കസേരയ്ക്ക് വേണ്ടി, ഒരു സ്ഥാനത്തിന് വേണ്ടി
ദുനിയാവിനോടുള്ള അമിതമായ ആവേശം ആർക്ക് നുരമൂത്തുപോയോ ഓർത്തുകൊള്ളുക, ആ ദുനിയാവിന്റെയും അധികാരികളുടെയും കാലിന്റെ കീഴിൽ പട്ടിയെ പോലെ അവൻ താണ് കേണ് നമ്രശിരസ്കനാകണം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി നമ്മുടെ സമുദായത്തിൽ നിന്ന് നാണം കെട്ട് അപ്പക്കഷണത്തിന് വേണ്ടി പോയ വൃത്തികെട്ട കുറെ എണ്ണം പോയി പറഞ്ഞു കണ്ടില്ലേ? മീഡിയയുടെ മുന്നിൽ മദ്രസ എന്ന് പറഞ്ഞാൽ അതാ പഠിപ്പിക്കുന്ന, മറ്റേ ഇവൻ പഠിക്കാത്തത് കൊണ്ട് അവൻ പിഴച്ചു പോയതിന് ആരുടെ കുറ്റം? മദ്രസയെ കുറിച്ച് വളരെ മോശമായിട്ട് എന്തിനാണ് അധികാരത്തിന്റെ ഒരു ചെറിയ ചാണകത്തിന്റെ കസേര കിട്ടിയപ്പോ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഇസ്ലാമിയ ശരീഅത്ത് സംസ്കാരം എന്തെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുക്കുന്ന മദ്രസയ്ക്കെതിരെ അവിടെ നടത്തുന്നത് ആയുധ പരിശീലനാണെന്ന് പോലും പറയേണ്ട ഗതികേട് ഈ വൃത്തികെട്ടവൻ പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവന്റെ മുന്നിൽ ഇവൻ സുജൂദി ചെയ്യാതെ ഈ അധികാരത്തിന്റെ കസേര കൊടുക്കൂല. ഇത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി പറഞ്ഞ വാക്കാണ്. ഒരധികാരത്തിന്റെ കസേരയ്ക്ക് വേണ്ടി അവരുടെ മുന്നിൽ സുജൂദ് ചെയ്യണം. അതാണ്. അല്ലാതെ നിർത്തുവോ? ഒരു അധികാരികളുടെ മുന്നിൽ പോയി ഓശാന പാടാതെ ഓശാനിച്ച് നിൽക്കാതെ ആർക്ക് കൊടുക്കും അധികാരം? ആർക്ക് കൊടുക്കും? അതുകൊണ്ട് മുസൽമാനെ തള്ളിപ്പറയണം, ഇസ്ലാമിനെ തള്ളിപ്പറയണം, ഇസ്ലാമിക മദ്രസകളെ തള്ളിപ്പറയണം, ഇസ്ലാമിക ശരീഅത്തിനെ തള്ളിപ്പറയണം. അങ്ങനെ ഉള്ളവർക്ക് ഒരു സ്ഥാനം കൊടുക്കുമ്പോ നിന്നെ ഞാൻ ഇവിടെ ആക്കിത്തരാം, ഇന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നെ എഴുതിത്തരാം, നിനക്ക് ഉപാധീശ സ്ഥാനം വേണോ, നിനക്ക് കളക്ടർ സ്ഥാനം വേണോ, നിനക്ക് മന്ത്രി പദവി വേണോ, എന്ത് വേണം നിനക്ക് ഞാൻ തരാം. പക്ഷെ നിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഈ മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. പേരോ നാമധാരിയായ മുസ്ലിം. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തന്നെ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം. എല്ലാ മതവും ഒന്നാണ്, ഒരു കുഴപ്പമില്ല, അവിടെ എല്ലാവരും സ്വർഗത്തിൽ പോകും, നമ്മളും അതേപോലെയാണ്, അവര് പോവാത്ത സ്വർഗത്തിൽ നമ്മക്ക് വേണ്ട, ഇതൊക്കെ പറയുന്ന ഇവരൊക്കെ അർത്ഥം എന്താ? ഈ പറയുന്നതിന്റെയൊക്കെ അർത്ഥം എന്താണ്? അധികാരികളുടെ മുന്നിൽ ഇവൻ തലകുനിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് വന്നു ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വമൻ റളിയ ബിൽ ഖനൂഇ ലസിമതുഹുൽ ഖുളൂ. ഇനി ഒരാൾക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കലാണ് അവന്റെ ആഗ്രഹമെങ്കിൽ ആരുടെയും മുന്നിൽ അവൻ തലകുനിക്കേണ്ടതില്ല, നെഞ്ചു വിരിച്ചവന് ജീവിക്കാം. ശരിയല്ലേ? നിന്റെ അപ്പക്കഷണം കിട്ടുന്നത് കൊണ്ട് നിന്നെ കാണുമ്പോ എഴുന്നേക്കണം, സല്യൂട്ട് അടിക്കണം, നിന്നെ കാണുമ്പോ ആദരിക്കണം, ബഹുമാനിക്കണം. നിന്നെ നക്കാപ്പിച്ച തിന്നാതിരുന്ന, അത് ചോദിക്കാതിരുന്ന കല്ലി അതിന്റെ ആവശ്യമില്ല. അവനെ കണ്ട ബഹുമാനിക്കേണ്ട ആവശ്യമില്ല, അവനെ കണ്ട ആദരിക്കേണ്ട ആവശ്യമില്ല. ഇമാമുന ഷാഫി റളിയല്ലാഹു തആലയുടെ വാക്കാണ്. ഇതൊക്കെ ചിന്തിച്ചു നോക്കി. ഇതൊക്കെ ദുനിയാവും ആഖിറവുമായി ബന്ധപ്പെടുത്തി മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വാക്കാണ്. അതുകൊണ്ടാണ് ദുനിയാവെന്ന് പറഞ്ഞാല് ഒരു മഴ പെയ്ത് കുറെ വെള്ളം കഴിയും, കൃഷി കിട്ടി, ഒരു കാറ്റടിച്ച് എല്ലാം തകർന്നു, എല്ലാം നശിച്ചു. പിന്നെന്താ ബാക്കിയാവുന്നത്? അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. ദുനിയാവും മക്കള് സമ്പത്ത് അള്ളാഹുവിന്റെ വാക്കാ കേട്ടോ. സൂറത്തുൽ കഹഫ് അള്ളാന്റെ വാക്കാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. മക്കളും സമ്പാദ്യവും ദുനിയാവിന്റെ അലങ്കാരമാണ്. വൽബാഖിയാതു സ്വാലിഹാത്ത്. നിങ്ങൾക്ക് അവശേഷിക്കുന്ന നന്മകൾ എന്ന് പറഞ്ഞാൽ ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. അല്ലാഹുവിന്റെ അടുക്കൽ അതാണ് പ്രാതിനിധ്യമുള്ളതും സ്വീകാര്യമുള്ളതും. നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന സമ്പത്തും സ്ഥിരമായി നിങ്ങൾ നിക്ഷേപിക്കുന്ന നന്മകളാണ്. മക്കളെ ഒന്നും പ്രതീക്ഷിക്കണ്ട എന്നാ അള്ളാഹ് പറയുന്നത്. ഉസ്താദ്മാര് പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നത്. അപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു കുട്ടി മരിച്ച് ആത്മഹത്യ ചെയ്തെന്താ ആത്മഹത്യ ചെയ്തത്? എക്സ്കർഷന് കൂടെ വിടാത്തതിന് ആത്മഹത്യ ചെയ്തു. മൊബൈൽ മേടിച്ചെടുക്കാത്തതിന് ആത്മഹത്യ ചെയ്തു. ബൈക്ക് എടുത്തെടുക്കാത്തതിന് ആത്മഹത്യ ചെയ്തു. അള്ളാഹ് പറയുന്നത് തെറ്റാണോ? സദഖല്ലാഹ് എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാ? അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തുദ് ദുനിയ. ദുനിയാവിന്റെ സീനത്താ, ദുനിയാവിന്റെ അലങ്കാര. നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ കോടികൾ ചെലവാക്കുന്നത്? മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ കോടികൾ ചെലവാക്കുന്നത്? അവന്റെ പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെലവാക്കുന്നത്? എന്ത് പുണ്യം അതുകൊണ്ട് കിട്ടാനാ? ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല പറയാണ്,
എനിക്കൊരു പുതിയ പടച്ചട്ട കിട്ടി. ഫലബിസ്തു ദർഅൻ ജദീദൻ സുമ്മ അൻളുറു ഇലൈഹി വഅഅജബ്തു ബിഹി. ഞാൻ ഒരു പുതിയ പടച്ചട്ട അങ്ങോട്ട് അണിഞ്ഞു. എന്നിട്ട് ഞാൻ അതിലേക്ക് തന്നെ അങ്ങോട്ട് നോക്കി അങ്ങോട്ട് ആസ്വദിച്ചു. നമ്മളിപ്പോ ഒരു ഉടുപ്പൊക്കെ ഇട്ടാൽ നല്ല അവിടെ ഷർട്ടൊക്കെ ഇട്ടിട്ട് കോട്ടൊക്കെ ഇട്ട് 3 പ്രാവശ്യം ഇങ്ങനെ ഷോളറൊക്കെ ആക്കി വലിച്ച് കണ്ണാടിയുടെ മുന്നിൽ ഇല്ലേ ഇത്ര പ്രാവശ്യം ഇങ്ങനെ ആക്കി ചെയ്യാറില്ലേ? ചിരിക്കുമ്പോ അതിന്റെ അർത്ഥം എന്താ? ഇതെല്ലാം നോക്കിട്ടാ വരിക. എല്ലാം കണ്ണാടിയുടെ മുന്നിൽ ഫുൾ കണ്ണാടിയല്ലേ, താഴെ വരെ എല്ലാം ഉണ്ട്. നല്ല ഭാര്യയാണെങ്കിൽ പറയുന്നവര് ഇക്ക ഇതിങ്ങോട്ട് പിടിച്ചിട്ട് ഇക്ക ഇത് പിടിച്ചിട്ട് ചുളുങ്ങിയിരിക്കുന്നു, ഇത് രസമില്ല ഇക്ക, ഇത് മാറ്റി മറ്റേ നമ്മൾ കഴിഞ്ഞ ആഴ്ച അവിടെ അതെടുത്തിട്ട് നമ്മള് അങ്ങോട്ട് അങ്ങ് പ്രകമ്പനം കൊള്ളിപ്പിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മളൊക്കെ ഒന്ന് ഇടുമ്പോ എടി ഒരു ഫോട്ടോ എടുത്തേ, ഒരു സെൽഫി എടു, അത് കാണാം. അപ്പൊ നമ്മൾ ഇടുന്നതിനോട് ഒരു ആജ്ജബ്, ഒരു അഹങ്കാരം സ്വാഭാവികം. അങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു തആല എനിക്ക് അങ്ങനെ തോന്നി. ഒരു നല്ലൊരു പടച്ചട്ടൊക്കെ കിട്ടിയപ്പോ, പുതിയത് കിട്ടിയപ്പോ അടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് അതിലേക്ക് നോക്കി ഇങ്ങനെ ആനന്ദിച്ചു. ഇത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന വാപ്പ എന്നോട് ചോദിച്ചു, ആയിഷ നീ എന്താ നോക്കുന്നത്? പുതിയൊരു പടച്ചട്ട കിട്ടിയപ്പോ ഒന്ന് അടിച്ചു. ഉടനെ വാപ്പ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ലൈസ ബിനാദിരിൻ ഇലൈക്. നിന്റെ ഈ ആഡംബര വസ്ത്രം ഉണ്ടല്ലോ, ഈ പടച്ചട്ട ഇട്ടിട്ട് നീ അതിലേക്ക് നോക്കി ആസ്വദിക്കുന്ന ഈ ആസ്വാദനം ഉണ്ടല്ലോ, അങ്ങനെ ഒരാൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനിലേക്ക് നോക്കൂല. കാലത്ത് ആയിഷ ചോദിച്ചു, കാരണം എന്താ? അവര് പടച്ചട്ടിട്ട് വന്നു, എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി ഞാൻ നോക്കി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ കുഴപ്പം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, അമാ അലിംതി, നിനക്കറിയോ, ഇന്നൽ അബ്ദ, ഒരു ദാസൻ, ഇദാ ദഖലഹു അൽ അജബു ബിസീനത്തി ദുനിയ, ദുനിയാവിന്റെ ഒരു അലങ്കാരം കൊണ്ട് ഒരു സത്യവിശ്വാസിയാകട്ടെ, ഒരു ദാസനാകട്ടെ, അവന്റെ കൽബിൽ, ഹൃദയത്തിൽ ഒരു അഹങ്കാരത്തിന്റെ ഒരു ചെറിയ തരിമ്പ് വന്നു പോയാൽ മഖതഹുല്ലാഹു അസ്സ വജല്ല ഹത്താ യുഫാരിഖ തിൽക്കൽ ലൈലത അവൻ ഏതൊന്നിനെയാണോ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചത് അത് എടുത്ത് കളയുന്നത് വരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനോട് കോപത്തിലായിരിക്കും, അവനോട് അല്ലാഹുവിന് ദേഷ്യമായിരിക്കും. അല്ലാഹുവിന്റെ ഒരു റഹ്മത്തിന് നോട്ടുണ്ടാവൂല. കാർ എടുത്തോണ്ട് വരും, വലിയ കാർ, ബോണറ്റിൽ കയറിയ ഒരു സെൽഫി, ഡിക്കി കയറിയുന്ന ഒരു സെൽഫി, ടോപ്പിൽ കയറുന്ന ഒരു സെൽഫി, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ, ടെലഗ്രാമിൽ, ഫേസ്ബുക്കിൽ എല്ലായിടത്തും ഫുൾ സ്റ്റാറ്റസ്. ആൾക്കാർ വിളിച്ചു, എപ്പോ എടുത്ര വണ്ടി, എപ്പോ എടുത്ര, എത്ര 1.5 കോടി രൂപ, ഈ പൈസ വിടുന്ന 10 ലക്ഷം കൊടുത്ത് ബാക്കി 140 മാസം തോറും പിച്ചക്കാരനെ പോലെ ഞാൻ കൊടുത്തോണ്ടിരിക്കും. ഇതിൽ ഫഖ്റാണ്, ഇതിൽ വലിയ ഫഖ്ർ ആഗ്രഹിക്കാൻ, ഇതിൽ വലിയ ഫഖ്ർ ആഗ്രഹിക്കാൻ. മക്കൾക്ക് 50 ലക്ഷത്തിന്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി കൊടുത്തിട്ട് പലിശയ്ക്ക് ഹലാലായിട്ട് വളർത്തിക്കൊണ്ടുവന്ന മോനെ ഹറാമായ വണ്ടിക്കകത്തോട്ട് കയറ്റിയിരുത്തിട്ട് ബറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫി ഖൈർ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ മോനെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കിടന്നു മക്കള് സന്തോഷമായിട്ട് പോയിട്ടോ, മക്കളെ, എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ പോയിട്ട് വരിക മക്കളെ. ഇതിലല്ലേ ഫഖർ? ഹദീസാണ് ഞാൻ ഓതുന്നത് കേട്ടോ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാക്കാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ? ഒരു വീട് വെച്ച അതിന്റെ ഫോട്ടോ മൊത്തം എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിട്ട് അത് മൊത്തം എടുത്ത് സ്റ്റാറ്റസോടെ, ഒരു നല്ല ഭക്ഷണം വീട്ടിൽ വെച്ച ഉടനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് സ്റ്റാറ്റസ് എടുത്തിടുക. ഇതാണ് സീനത്തു ദുനിയ. ഇത് കണ്ടിട്ട് മറ്റവൻ കൊതി വിടും, ഇവന്റെ വയറിളക്കം ഖിയാമത്ത് നാളായാലും മാറൂല. ഒരു കുട്ടി ജനിച്ചു, നല്ലൊരു കുഞ്ഞ്, കാണാൻ രസമുണ്ട്, എടുത്തങ്ങ് സ്റ്റാറ്റസ് ഇടും, എല്ലാരും കണ്ണുവെക്കും, കരച്ചിലും മാറൂല, ചൊറിയും മാറൂല, അസുഖവും മാറൂല, എടുത്ത് മൊത്തം അങ്ങോട്ട് ഫ്ലാഷ് ആക്കി അങ്ങ് ഇട്ട് കൊടുക്കാൻ. അല്ലാഹ് കാത്ത് മണിയറുടെ രഹസ്യം കൂടെ എടുത്തിടാഞ്ഞത്, അതും കൂടെ ഇട്ടിരുന്നെങ്കിൽ ഇനി അതേ ഉള്ളു ബാക്കിയെല്ലാം ഒക്കെ ആയി. ഇനി അതും കൂടെ ഒരു ക്യാമറ വെച്ച് ഫിറ്റ് ചെയ്തിട്ട്, അളിയാ എന്റെ കണ്ട ഇന്നലത്തെ എങ്ങനെയായിരുന്നു, മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്, അല്ലാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദുആ അടിയിൽ കൂടെ എല്ലാരും കമന്റ് ബോക്സിലൂടെ ദുആ. കാലം ഇങ്ങനെയാണ് പോകുന്നത്.
ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചെയ്ത പരിപാടിയാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് കണ്ടപ്പോ, ഇത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു തആല ഫനസഅതുഹു ഫതസദ്ദഖതു ബിഹി, പെട്ടെന്ന് ഊരിയിട്ട് സദഖ ചെയ്തു. ഇങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ട. എന്റെ വാപ്പ പറഞ്ഞു, അല്ലാഹ് നിന്നെ നോക്കൂല മോളെ, അള്ളാന്റെ ദേഷ്യം നിന്നിൽ ഉണ്ടാവും മോളെ എന്ന് വാപ്പ പറഞ്ഞപ്പോ മോൾക്ക് അതാ അല്ല എന്നെ നോക്കിയില്ലെങ്കിൽ എനിക്കത് വിഷമാണ്. യാ അല്ലാ, ഹല്ലി വലിയ ദൂരെ കളഞ്ഞു. നമുക്കിനി അള്ളാഹ് നോക്കിയാലെന്ത്, റസൂലത നോക്കിയാലെന്ത്? ജനങ്ങൾ നോക്കണം, ഫേസ്ബുക്കിൽ പേര് കിട്ടണം, പ്രശസ്തി കിട്ടണം. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലേ? ഇതല്ലേ ദുനിയാവ്?